എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് മനസ്സിലായോ ഈ പോയിന്റില്? ഒന്നും മനസ്സിലായി. മൊണാഡ്സ് നോക്കി അതല്ലോ. ബാക്കി എനിക്ക് ആ സ്ട്രക്ചറലിസം ഒന്നും മനസ്സിലാവുന്നില്ല. സ്ട്രക്ചറലിസം അത് കുറച്ചുകൂടെ ഒന്ന് നോക്കണം. എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ ഈ സബ്ജക്റ്റിവിസം സെലക്ഷനിസം അത് മനസ്സിലാവുന്നില്ല. അതും പിന്നെ ഈ സ്കീമാറ്റിസം എവിടെ where the schematism feature in this, that is what I'm trying to figure out. കാരണം ഇത് ഒബ്സർവേഷന് ലോജിക് ഇൻറ്റ്യൂട്ടീവ് റീസണിങ്. അപ്പൊ അത് പറയുന്നത് ഇത് ഇങ്ങനെ ഒരു സാധനമുണ്ട്, ഇത് ഇന്റർപെനിട്രേറ്റ് ചെയ്യുന്നു. അതായത് ഫ്രം വൺ യു ക്യാൻ ഗോ ടു ദി അതർ ഓർ ഫ്രം ദി അതർ ആൻഡ് യു ക്യാൻ കം ടു ദി റിവേഴ്സ് ഡയറക്ഷൻ. അതായത് ഒന്ന് പിന്നെ എന്താണ് ഇൻഡക്റ്റീവ്, മറ്റേത് ഇൻറ്റ്യൂട്ടീവ് റീസണിങ് വെച്ചിട്ട് ഒബ്സർവേഷൻ പോലുള്ളൊരു പോയിന്റിൽ നമ്മൾ ആ ഡിഡക്റ്റീവായിട്ട് ചെയ്യുന്നത് അത് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ഇവിടെ ഇങ്ങോട്ട് വരുമ്പോഴാണ് ഈ ആർട്സ് കോമ്പിനേറ്റേറിയ എന്താണെന്നും അത് കഴിഞ്ഞിട്ട് കാർട്ടീസിയൻ സ്ട്രക്ചറലിസം ആൻഡ് ന്യൂലി ഡിസ്കവർഡ് പ്രിൻസിപ്പിൾ. ഇതിന്റെ അകത്തെ ഇത് നോക്കിയിട്ട് വന്ന് ഇയാള് ഈ ഇടയ്ക്ക് ഇതെന്തിനാണ് ഈ പറയുന്നത്, ഈ ഫീൽഡ് തിയറി മറ്റേ ഈ ഇതിന്റെ അത് എന്ത് ആ സബ്ജക്ട് സെലക്ഷനിസം പറഞ്ഞിട്ട് ഇതാണ് പറയുന്നത്. ബൈ സെലക്ഷനിസം ഹി മീൻസ് ദ സെയിം ആസ് വെൻ by selectionism he means the same as when other philosophers enumerates his main categories. അപ്പോൾ മേ ബി അതൊരു തിയറി ആയിക്കോട്ടെ. But by structuralism he refers to the form of frame of reference to which all thoughts or reality has to refer and conform. അപ്പോൾ ഒരു absolute concept ആയിരിക്കും, അതല്ലേ? അതും എനിക്ക് by structuralism he refers to the form of frame of reference to which all thoughts of or reality has to refer and conform. ഫോർ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇപ്പൊ അന്ന് വെച്ചാൽ അബ്സല്യൂട്ട് എന്ന് പറയുന്നത് ലെറ്റസ് ബി മോർ. ഇപ്പൊ മൊനാഡ്സ് എന്ന് പറയുകയാണെങ്കിൽ എന്തായിരുന്നു, അതെ ലെബ്നിസ് എന്നാണോ അദ്ദേഹം പ്രൊനൗൺസ് ചെയ്യുന്നത്? ആ മൊനാഡ്സിന്റെ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. മൊനാഡ്സിൽ അദ്ദേഹം പറയുന്ന 2-3 കോൺസെപ്റ്റ് ഉണ്ട്. അത് ഒന്ന് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല എന്നല്ലേ പറയുന്നത്. അപ്പൊ അത് തന്നെ ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തത് തന്നെ 3 തരത്തിലാണ് ഇദ്ദേഹം തിരിച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്നെന്ന് പറയുന്നത് ഈ അനിമൽ കോണ്ടെക്സ്റ്റില് റാഷണല് ഇറാഷണൽ ആയിട്ട് 2ആയിട്ട് തിരിച്ചിരിക്കുന്നു. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ഒരു 3ആയിട്ട് തിരിച്ചിരിക്കുന്നത്. അതായത് ക്രിയേറ്റഡ്. പിന്നെ ഇത് ഡീപ്പായിട്ട് നോക്കിയതാ. ഈ മൊണാഡോളജി എന്ന് പറഞ്ഞ അതിനെ കുറിച്ച് ഒരു റൈറ്റിംഗ് എടുത്ത് നോക്കുവാണ്. അദ്ദേഹത്തിന്റെ ആ മൊണാഡോളജി ആ ബുക്കാണ്. ബുക്കിൽ പറയുന്നത് ഈ മൊനാഡ്സ് എന്ന് എന്ന് വെച്ചാൽ ഒരു ഗോഡ് എന്ന് പറഞ്ഞ ഒരു മൊണാഡ് ആവാം. ഗോഡിനെ മൊണാക്കണം അതിന്. അപ്പൊ അത് ആ മൊണാഡ് എന്ന് പറയുന്നത് ഈ മൊണാഡ്സിൽ തന്നെ 3 എണ്ണം ഉണ്ട്. അതായത് ഈ ബോഡി ഉള്ളത് തന്നെ. ബോഡി ഉള്ളതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് ക്രിയേറ്റഡ് മൊണാഡ്സ്. അതിന് നമ്മൾ സാധാ കാണുന്ന വസ്തുക്കളായിട്ട് വരാം. രണ്ടാമത് സോൾ വിത്ത് പെർസെപ്ഷൻ ആൻഡ് മെമ്മറി, കുറച്ചുകൂടി അതിന് സബ്റ്റിലായിട്ട് വരുന്നു. മൂന്നാമത്തെ എന്ന് പറയുന്നത് സ്പിരിറ്റ് ഓർ റാഷണൽ സോൾസ്. മൂന്നാമത്തെ സ്പിരിറ്റ് ഓർ റാഷണൽ സോൾസ്. എന്നിട്ട് ഇത് 3 തരം. ഒന്ന് ലോവർ വൺസ് ആണ് ഈ പറയുന്ന ക്രിയേറ്റഡ് എന്റിലച്ചീസ് എന്നാണ് ഇയാൾ പറയുന്നത്. അത് ലോവർ ആണ്. എന്തൊക്കെയാണോ ലോവർ ഉള്ളത് അതെല്ലാം ഹയറിലും ഉണ്ട്, പക്ഷെ തിരിച്ചല്ല. അപ്പൊ ഇത് പക്ഷെ എല്ലാത്തിനും ബോഡി ഉണ്ട്. മാറ്ററിന്റെ ഒരു പെർസ്പെക്റ്റീവില് തന്നെ അത് പറയുന്നത്. ഇപ്പം അത് കഴിഞ്ഞിട്ട് ഇതിന്റെ ലിവിങ് ബീയിങ്സിന്റെ അകത്ത് തന്നെ റീസണബിളും
നോൺ റീസണബിൾ ആയിട്ടുള്ളതുണ്ട്. പിന്നെ ഈ അതിന്റെ ഡിഗ്രി ഓഫ് ഈ മൊണാഡ്സ് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇദ്ദേഹം ഫർദറായിട്ട് പറഞ്ഞു നമുക്ക് ക്ലോക്കിന്റെ ഒരു ഇത് എല്ലാത്തിനും ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു ട്യൂണിങ് ഉണ്ട്. പക്ഷെ ഇതൊന്നും റിലേറ്റഡ് അല്ല. അതിനാണ് ഇദ്ദേഹം പറയുന്നത് ക്ലോക്ക് എടുത്തു കഴിഞ്ഞാൽ ഇതൊന്നും തമ്മിൽ ഡിപ്പെൻഡന്റ് അല്ല. പക്ഷെ ഇതെല്ലാം ഒരു ഋതത്തിലാണ് പോകുന്നത്. അപ്പം പക്ഷെ ഇതിനെല്ലാം ഒരു ഇൻഡിപെൻഡന്റ് എക്സിസ്റ്റൻസ് ഉണ്ട്. ആ ഇൻഡിപെൻഡന്റ് എക്സിസ്റ്റൻസ് അല്ലെങ്കിൽ ഈ ഋതമാണ് ഈ യൂണിവേഴ്സൽ ഒരു കോൺസെപ്റ്റിലേക്ക് ഇദ്ദേഹം കൊണ്ടുപോകുന്നത്. അപ്പൊ ഇതിനെ കുറിച്ച് പിന്നെ നമുക്ക് ഈ സബ് ഡിവിഷൻ പോസിബിൾ അല്ല എന്ന് നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ അദ്ദേഹം ഉള്ള സമയത്ത് ആറ്റംസ് ഇത് തന്നെ ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ആണെന്ന് അത് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതിൽ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഒരു ഫ്രേസ് ഇദ്ദേഹം നമ്മൾ പറയുന്നുണ്ട്. അത് ഇത് ഓരോ ഫീൽഡും അത്രമാത്രം ഡെപ്തിലുള്ളതാണ്. ഈ ഓരോ റൈറ്റേഴ്സിനും ഇദ്ദേഹം ഇതൊക്കെ ഫുൾ പക്ക ആ ഒരു ഗോഡ്ലി കോൺസെപ്റ്റിലാണ് ഇവര് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് ഇത് പറയുന്നത് ഇത് വേറെ പാൻ സൈക്കിക് ഐഡിയലിസം എന്നാണ് ഇദ്ദേഹത്തിന്റെ തിയറിയെ പറഞ്ഞിരിക്കുന്നത്. പാൻ സൈക്കിക് ഐഡിയലിസം. ബിക്കോസ് ദീസ് സബ്സ്റ്റൻസസ് കാരണം ആർ സൈക്കിക് റാദർ ദാൻ മെറ്റീരിയൽ. കാരണം ഒരു മാറ്റർ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് തന്നെ അത് എടുത്ത് കളയുകയാണ്. ശരിക്കും ഉള്ളതെന്ന് പറയുന്നത് റിയൽ ആയിട്ടുള്ളത് സൈക്കിക് ആക്ടിവിറ്റി മാത്രമേ ഉള്ളൂ. Whatever you perceives are not real. What is real is the psychic psychic activity and perception and appetite. Other objects, what we call matter, are merely phenomena of these simple perceivers. The original ആയിട്ടുള്ള psychic perception ആണ് റിയൽ ആയിട്ടുള്ള. അതുകൊണ്ടാണ് പാൻ സൈക്കിക് ഐഡിയലിസം എന്നാണ് ഇതിനെ പറയുന്നത്. I don't really eliminate body, but reduce to what it is. For I show that corporeal mass, which is thought to have something over and above simple substance, is not a substance, but a phenomena resulting from simple substance, which alone has unity and absolute reality. അപ്പൊ ആ ഒരു ഇത് ഇദ്ദേഹം പറഞ്ഞു. ഇപ്പൊ നമ്മൾ ഒരു പോണ്ട് എടുക്കുവാണ്, അതിൻ്റെ അകത്ത് നിറയെ മത്സ്യങ്ങളുണ്ട്. നോക്കാം, ഈ മത്സ്യത്തിന് അല്ലെങ്കിൽ ഈ പോണ്ടിൽ പോകുന്ന വെള്ളത്തിന്റെ ഓരോ തുള്ളികൾക്കും അതിൻ്റെതായ ഒരു എക്സിസ്റ്റൻസ് ഉണ്ട്. അതിൻ്റെ അകത്ത് തന്നെ ഒരു ഈ പോൺസ് അല്ലെങ്കിൽ പ്ലാന്റ്സ്, ഒരു പ്ലാന്റ് എടുത്താൽ അതിൻ്റെതായിട്ട് തന്നെ ഒരു ലോകമുണ്ട്. മനസ്സിലായല്ലോ? അപ്പൊ ഇതെല്ലാം ബൈ ഇൻഡിവിജ്വാലിറ്റി ആർ മൊണാഡ്സ്. അപ്പം ഈ പറയുന്ന സോ കോൾഡ് റിയാലിറ്റി എന്ന് പറയുന്നത് ആ യൂണിവേഴ്സൽ ആ ഒരു സ്പിരിറ്റ് കോൺഷ്യസ്നെസ്സിന് മാത്രമാണ്. അതായത് ഹയർ ഇതിലാണ്. പക്ഷെ ഈ ഹയറിന്റെ അകത്ത് ഈ ലോവർ എല്ലാം ഹയറിൽ വരുന്നു. ബട്ട് ഇറ്റ് കനോട്ട് ഗോ ത്രൂ ദ ലോവർ സൈഡ്. അപ്പം എനിത്തിങ് ബൈ ഇറ്റ് സെൽഫ് ക്യാൻ ബി യൂണിറ്റി ക്യാൻ ഫോം എ യൂണിറ്റി ബൈ ഇറ്റ് സെൽഫ്. അതാണ് അബ്സല്യൂട്ട് കോൺസെപ്റ്റ് അതിൻ്റെ അകത്ത് വരുന്ന. ഇത് ഈ മൊണാഡ്സ് പാർട്ടിലാണ് വന്നത്. ഇത് ജസ്റ്റ് ഞാൻ മൊണാഡ്സ് ലെബ്നസിന്റെ മൊണാഡ്സ് എന്താ കോൺസെപ്റ്റ് എന്ന് ജസ്റ്റ് പറയുകയാണ്. അപ്പൊ ഇതില് ഇപ്പൊ ഈ പറഞ്ഞൊക്കെ ഇപ്പൊ നമ്മളൊക്കെ നേരത്തെ നമ്മൾ സംസാരിച്ച തന്നെ ഈ പറഞ്ഞില്ലേ, നമുക്ക് മൂന്നായിട്ട് ഇപ്പൊ ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ളതും പിന്നെ നോഷണൽ ആയിട്ടുള്ള റീസണിങ് അല്ലെങ്കിൽ എംപിറിസ്റ്റിക്, ഈ മൂന്ന് ഐഡിയൽസ് നമ്മൾ പറഞ്ഞല്ലോ, ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തല്ലോ. അതാണ് ഈ പറയുന്ന മൂന്ന് തരത്തിലുള്ള ഈ തിങ്കേഴ്സ്. ഇപ്പം ഐഡിയലിസ്റ്റ് തിങ്കേഴ്സിന്റെ കുറിച്ച് നമ്മൾ പറയുന്നു. പിന്നെ റാഷണലിസ്റ്റ് കണക്ക് ഉള്ളത്, അതായത് ഡെസ്ക്രാറ്റസിന്റെ ഒക്കെ പറഞ്ഞത് ആ പറയുന്ന നമ്മൾ മുമ്പേ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് അത് ആ സ്പേസ് ബിറ്റ്വീൻ അല്ലേ,
ദാറ്റ് തോട്ട്സ് അല്ലേ? അപ്പൊ അതിന് അത് ദാറ്റ് ഇസ് ഇക്വേറ്റഡ് വിത്ത് ഗോഡ്. അപ്പൊ അവര് റാഷണലിസ്റ്റ് ആണ്. പിന്നെ ഇത് നമ്മൾ പറഞ്ഞ കണക്ക് പുതിയ കാലത്തിലേക്ക് വരുമ്പോഴാണ് പിന്നെ ഈ പറയുന്ന ഈ സ്പിൻസോവയും കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സും ഒക്കെ അതിൻ്റെ അകത്ത് വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഈ പറയുന്ന ഈ സബ്ജക്റ്റും സെലക്ഷനിസം സ്ട്രക്ചറലിസം. അതിന് എനിക്ക് ഒരു ഡൗട്ട് വന്ന നേരത്തെ നമ്മളിപ്പോൾ വന്നത് സ്ട്രക്ചറൽ റെഫേഴ്സ് ടു ദ ഫോം ഓഫ് ഫ്രെയിം ഓഫ് റെഫറൻസ് വിച്ച് ഓൾ തോട്ട്സ് ആർ റിയാലിറ്റി ഹാസ് ടു റെഫർ ആൻഡ് കൺഫേം. There's a two-sided approach to normative absolutist thinking is now almost an accomplished fact even in Western thought. It is now in perfect vogue to speak of a field theory which evidently presupposes something visible as in a magnetic field of force revealed by iron fillings scattered over a piece of paper laid over magnet. This is fashionable inertia. ഇതാണ് എനിക്ക് മനസ്സിലായത് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് തിയറി. അതെന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? അത് ആ സ്ട്രക്ചർ ഉദ്ദേശിക്കുന്നത് അവിടെ അത് പറയാം. പക്ഷെ എനിക്ക് എന്നിട്ടും ഈ സബ്ജക്റ്റീവ്സ് അവിടെ എനിക്ക് ഒന്നുകൂടെ ഒന്ന് മനസ്സിലാക്കാനുണ്ട്. അതായത് അവര് പറയുന്ന സ്ട്രക്ചറലിസം, അപ്പൊ ഇത് വല്ലാത്തൊരു ഇതാണ്. അദ്ദേഹം പറയുന്നത് ഇപ്പൊ നമ്മളൊരു പിന്നെ ഒരു പേപ്പറിൽ നമ്മൾ ഒരു കാർട്ടൺ വെച്ചിട്ട് നമ്മൾ ഈ സ്കാറ്റേർഡ് ഫൈലിങ്സ് വെച്ചാൽ അതിനൊരു പാറ്റേൺ ഉണ്ട്, ഒരു പ്രത്യേക ഒരു പാറ്റേൺ വരും. പക്ഷെ ആ പാറ്റേൺ മാഗ്നറ്റിക് ഫീൽഡ്, മാഗ്നറ്റിന്റെ ആ ഫോഴ്സും കൊണ്ട് മാത്രമല്ല, ബട്ട് ഓൾസോ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് തിയറി അതും ഉണ്ട് അതിനകത്ത്. അപ്പോ ദിസ് ഇസ് ഫാഷനബിൾ ഇൻ ഇനർഷ്യൽ ആൻഡ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് തിയറി. The latter perhaps refers to the more universal. അപ്പൊ അവിടെയും വരുന്നുണ്ട്. ആ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് refers to the more universal verticalized content than the former, which is limited only to visible facts. അപ്പൊ ആ വിസിബിൾ ഫാക്ട്സിനാണ് പിന്നെ ഈ സ്ട്രക്ചറലിസം എന്നുള്ളത് കാര്യം ആണോ എന്ന് എനിക്ക് മനസ്സിലാക്കാം. ദീസ് ത്രീ ഫീച്ചേഴ്സ് ആർ സബ്ജക്റ്റിവിസം, സെലക്ഷനിസം ആൻഡ് സ്ട്രക്ചറലിസം. By subjectivism, he wants to give primacy to concepts rather than the objects of reality. The objects of the reality are these iron filings. And in selectionism, he means the same as when other philosophers enumerate his main category. അപ്പൊ അതാണ് ഈ പറയുന്ന ഈ തിയറീസ് അല്ലെ, ഗ്രാവിറ്റേഷണൽ തിയറി ആയാലും ഇനേർഷ്യൽ തിയറി ആയാലും അല്ലെ. സ്ട്രക്ചറലിസം എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് the frame of reference to which all thoughts of reality has to reference. Our thoughts or reality has to conform. അപ്പോൾ സ്ട്രക്ചറലിസം എന്ന് പറയുന്ന ആ ഫോം അല്ലെങ്കിൽ ഫ്രെയിം ഓഫ് റെഫറൻസ്, the frame of reference will be, അങ്ങനെ പറയുകയാണെങ്കിൽ റിയാലിറ്റി എന്താണ്, കാണുന്നതാണോ റിയാലിറ്റി എന്ന് പറയുന്നത് ഇവിടെ? ഓൾ തോട്ട്സ് റിയാലിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സബ്ജക്റ്റിവിസം ആണോ ഉദ്ദേശിക്കുന്നത്? എനിക്ക് അങ്ങനെ ഒരു കുറെ കൺഫ്യൂഷൻ വരുന്നുണ്ട് ഇപ്പം. ഇതൊന്നുകൂടൊന്ന് ആരോടാ അതോറിറ്റി ആരാണ് എന്ന് എനിക്കൊരു ഒന്നുകൂടൊന്ന് വായിച്ചത്. That's a two-sided approach to a normative activist thinking. It's now almost an accomplished fact. That is really എപ്പോഴും ഇത് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ആ കണ്ടിന്യൂറ്റി എനിക്ക് കിട്ടുന്നില്ല. ഐ എം സംഹൗ നോട്ട് ഗെറ്റിംഗ് ദറ്റ് കണ്ടിന്യൂറ്റി ഓൾസോ. നമുക്കിത് ബർഗോണിയനിന്റെ മെറ്റാഫിസിക്സ് സ്റ്റേജ് വരെ ഒരു പ്രശ്നമില്ലായിരുന്നു, അതൊരു വിധം മനസ്സിലാക്കാൻ പറ്റി. ഒന്നുകൂടെ നമുക്കൊന്ന് നോക്കണം. നോക്കട്ടെ, ഹൗ ക്യാൻ വി അസിമിലേറ്റ്? കാരണം സ്ട്രക്കായി നിന്നിട്ട് കാര്യമില്ല. വി ഹാവ് ടു ഗോ ഫോർവേഡ്. ഈ ബർഗോണിയൻ, അതായത് ഇവിടെ വെച്ച് നമുക്ക് ഇവിടെ വരെ മനസ്സിലായി ഈ ബർഗോണിയൻ എന്ന് പറയുന്നത് ടു സൈഡഡ് അപ്രോച്ച്. അതെവിടാണ് ടു സൈഡഡ് അപ്രോച്ച് പറയുന്നത്? ഇവിടെ അപ്പൊ ടു സൈഡ് അപ്രോച്ച് എന്ന് വെച്ചാൽ ഈ പറയുന്ന ഈ സെലക്ഷനിസം അങ്ങനെയാണോ?
That is what I want to know. അവിടെ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല, എന്താണ് ഇവര് ഉദ്ദേശിക്കുന്നത്. അത് മാത്രമല്ല ഈ പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് next coming to the rationalist part also, then you spoke about monadology, and then afterward ഇവിടെയും കണ്ടോ കാർട്ടീസിയൻ സ്ട്രക്ചറലിസം. ഈ സ്ട്രക്ചറലിസം വാക്ക് പിന്നെ വരുന്നുണ്ടല്ലോ, അതങ്ങനെ പിന്നെ അതിനകത്ത് സ്കീമാറ്റിസം വരുന്നുണ്ട്. സ്കീമാറ്റിസം, so something you have to understand something in terms of schematism also. We got something to be understood, and then come to these three we have to come to. കാരണം ആ മോളി പറഞ്ഞ ആ കാര്യങ്ങൾ തന്നെ സ്കീമാറ്റിസ്മോസും സ്കീമോട്ടിയോടും അതിനെയൊക്കെ ബേസ് ചെയ്താണ് the same heritage, അടുത്ത പാരഗ്രാഫിൽ പറയുന്നത്, same heritage to which we have just now referred has also influenced മറ്റേ രണ്ട് പിന്നെ സയന്റിസ്റ്റിനെയും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. They are philosophers of science rather than scientific philosophers. ഈ ഒരു സ്റ്റേറ്റ്മെന്റ്, philosophers of science rather than scientific philosophers. Scientific philosophers എന്ന് പറയുന്നത് അവര് സയൻസിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ട് അതിനെ മറ്റേ നേരത്തെയാണ്. കാരണം ഇപ്പം നമ്മളിപ്പോ പറഞ്ഞ ഡെഫിനിഷൻ ഒക്കെ പറഞ്ഞ് കൂടുതൽ ഒരു ഫിലോസഫേഴ്സ് ഓഫ് സയൻസ് ആണ് അവർ കൂടുതലും. അവര് കൂടുതൽ ഈ സബ്ജക്റ്റിവിസത്തിന്റെ തലത്തിൽ നിന്ന് ചെയ്യുമ്പം അത് ഫിലോസഫേഴ്സ് ഓഫ് സയൻസ്. ഓക്കെ, ദാറ്റ് ഇസ് കൺഫേം, ദാറ്റ് ഇസ് കറക്റ്റ്. പിന്നെ നോമിനിസ്റ്റിക് തിങ്കിങ് ത്രൂ വർക്ക് ബൈ സ്കോളാസ്റ്റിക്. ഈ വെർട്ടിക്കലും ഹൊറിസോണ്ടലും ഒന്ന് പറയുന്നത് സ്കീമറ്റൈസേഷൻ schematism once recognized, let's move it down in terms of അവിടെ എന്തോ സ്കീമാറ്റിക് ആയിട്ടുള്ള കാണിക്കുന്നത് അതായിരിക്കും ഈ ഉദ്ദേശിക്കുന്നത്, ഹൊറിസോണ്ടലും വെർട്ടിക്കലും. അതാണ് ഈ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിലുള്ള സംഭവമാണ് ഇവിടെ അത് വരാൻ സാധ്യത. കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിൽ വരുന്നില്ലേ ഇപ്പൊ വെർട്ടിക്കലും ഹൊറിസോണ്ടലും ആയിട്ട് വരുന്ന അതാണ് സ്കീമാറ്റൈസേഷൻ. ആ ഒരു ഇതിലാണ് പറയുന്നത്. Once recognized, let's conserve in turn to think in terms of measure of small squares, which he proposed first to analyze the notion of the absolute. അത് എവിടായിട്ടാ വന്നത്? ആ സെക്ഷനിന്റെ എത്രാമത്തെ പാരഗ്രാഫ് എന്ന് പറഞ്ഞാൽ മതി. നമ്മള് മറ്റേ നമ്മൾ ഇന്നലെ നിർത്തിയത് ഇവിടെയായിരുന്നു. അതായത് സ്പിൻസറുടെ ആ മെഷ് ഓഫ് സ്മോൾ സ്ക്വയർസ് എന്ന് പറഞ്ഞാൽ അതെന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ നിർത്തിയ സ്ട്രക്ചറലിസം principles underlying the Cartesian structuralism and the newly discovered principles underlying the differential, integral and infinitesimal calculuses were all brought to bear on his monological picture of the universe. Double-sided schematization. Kant was careful to point out the category of abstract thought as they combine themselves with visible aspects of a representation of the reality and form together the double-sided schematization, which he was able to elaborate in his writing only with limited examples in form. Schematization is an intermediary function between sensibility and understanding, which on the one side unifies the sensible in order to make it understandable through concept, and on the other gives to the concept a sensible figuration. Scheme of causality and succession. Schematism is an intermediary function between sensibility and understanding. Sensibility and understanding. Somewhere in between. Which on the one side unifies the sensible in order to make it understandable through concepts, and on the other gives to the concept
a sensible figuration. It's too high flown, my God. Which only one side, schematization intermediate രണ്ടിന്റെ ഇടയ്ക്ക് വരുന്നതാണ്. Which on the one side unifies the sensibles in order to make it understandable through concepts. അപ്പം എന്താണ് ഈ സെൻസിബിൾ ആയിട്ടെന്ന് പറഞ്ഞ് കുറച്ചുകൂടി കൺസെപ്റ്റ്സിനെ എങ്ങനെയാണത് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഈ സെൻസിബിളിനെ ഈ കൺസെപ്റ്റിനെ ചേർത്തിട്ട് understandable through the concept, and on the other keys to the concept is sensible figuration. അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡ് ആണ്. അപ്പം കോൺസെപ്റ്റിനെ ഫോർ എക്സാമ്പിൾ സ്കീം ഓഫ് കാഷ്വാലിറ്റി ഇൻ സക്സഷൻ, അതെന്തോ ഒരു സയന്റിഫിക് കോൺസെപ്റ്റ് ആണ്. കോസാലിറ്റി ഇൻ സക്സഷൻ, schema is thus homogeneous on one side to the concepts and on the other side to the sensibles. It makes possible the inclusive assumption of sensible under concepts. അപ്പം ഇത് എനിക്ക് ശരിക്കും ഈ കോൺസെപ്റ്റും ഈ മറ്റേ നമ്മൾ പറഞ്ഞ മെറ്റാഫിസിക്കൽ ഇതിന് റാഷണലിസ്റ്റും അല്ലെങ്കിൽ ഇന്റലിജിബിൾസും ആയിട്ടുള്ള ഒരു രീതിയിലാണ് തോന്നുന്നു പറയുന്നത്. അതെ, സെൻസിബിൾ എന്ന് പറയുന്നത് ഇനി മറ്റേ ഒബ്ജക്റ്റീവ് റിയാലിറ്റി എന്നുള്ളതാണോ? എനിക്ക് അതുകൊണ്ട് ഒരു സംശയം വരുന്നുണ്ട്, എന്താണെന്നറിയില്ല. കാരണം സെൻസിബിൾ അണ്ടർ കൺസെപ്റ്റ്, അസംഷൻ ഓഫ് ദ സെൻസിബിൾ അണ്ടർ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ സെൻസിബിൾ എന്നുള്ള അർത്ഥം വരുമ്പം ഇങ്ങനെ എന്താണ് സംതിങ് വിച്ച് ഇസ് ലോജിക്കൽ ഓർ എന്താണ്, what do they mean by that? Sensible or wise എന്നാണോ? അല്ല, sensible means you could say ഇത് ചുമ്മാ അല്ല, ഇത് നമ്മൾ സംസാരിക്കുന്ന ആളുകൾ കേട്ടിട്ട് എന്തോന്ന് സംസാരിക്കുന്നതെന്ന് പറഞ്ഞു പോകും. നമ്മുടെ അവസ്ഥ നമുക്കറിയാം. ഇത് ഇത് സെവറൽ ടൈംസ് നമ്മള് അതിനകത്തെ ആ സ്കീമാറ്റിസ്മോസും സ്കീമാമോട്ടിയോറും കുറെ തവണ വായിച്ചാലേ മനസ്സിലാവുള്ളൂ കേട്ടോ. മൊണാഡ്സിന്റെ തന്നെ ഞാൻ അത് ഒറ്റ ഇത് തന്നെ ഒരു വൈൽഡ് മൊണോഡോളജി എന്ന് പറഞ്ഞാൽ ലെബിനസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഒരു സ്കോളാസ്റ്റിക്കൽ വർക്കാണ്. അപ്പൊ ഈ പറയുന്ന മൊണാഡ്സ് എന്ന വർക്ക് എന്ന് പറഞ്ഞാൽ അത് തന്നെ ഒരു ഒരു ജന്മം പഠിക്കാനുള്ള ഗ്രന്ഥമുണ്ട് അത്. അപ്പൊ അത്രയും വലിയ കാര്യങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇതൊക്കെ ശരിക്കും ഡെപ്തിൽ പോയി കഴിഞ്ഞാൽ ഈ ഒരു പേജ് കൊണ്ട് നമുക്ക് ഒരു ജീവിതകാലം പോകാൻ പറ്റും. അങ്ങനെയാണ് ഇതിന്റെ ഉള്ള ഇത്. ശരിക്കും ഇതിന്റെ ഡെപ്തിൽ പോയി കഴിഞ്ഞാലേ ഒന്നിനെ കുറിച്ച് തന്നെ റിസർച്ച് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു ടോപ്പിക്സ് ആണിത്. പിന്നെ അങ്ങനെ വളരെ ഡീപ്പായിട്ടുള്ളതാണ്. കാരണം അതിങ്ങനെ ചർച്ച ചെയ്ത് നമ്മളിങ്ങനെ ഓടിപ്പടിച്ച് പോയാലും അത് ശരിയാവൂല. കാരണം കുറച്ച് കണക്ട് ചെയ്ത് പോണ്ടേ. ഇദ്ദേഹത്തിന്റെ ആ ചിന്താധാരയ്ക്ക് നമ്മൾ ഒഴുകണമെങ്കിൽ ഈ ഒരു കാര്യം ശരിക്കും മനസ്സിലായാലേ നമുക്ക് ഈ ഓരോരോ ഈ ഇതിനകത്തെ മോണഡോളജി അങ്ങനെ ടേംസ് സ്കീമാറ്റിസ്മോസും ഇതൊക്കെ ഉണ്ട്. നമ്മൾ ഇതിനകത്ത് എടുത്ത് നോക്കിയാൽ കാണും. പക്ഷെ സ്കീമാറ്റിസ്മോസ് ഈ കിട്ടത്തില്ല. അത് ഞാൻ കുറെ നോക്കിയിട്ട് അതും കിട്ടിയിട്ടില്ല. അത് ഇവിടെ പോയി എടുത്ത് നോക്കുവാന്ന് എനിക്കറിയില്ല. സ്കീമാറ്റിസം ഒക്കെ അത് സ്കീമായി മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ മറ്റേതൊക്കെ അല്ല, ഇപ്പൊ അത് അറിയണ്ട. നമ്മൾ അടുത്തത് നമ്മൾ 20 പോകുന്നു. ഇതിന്റെ ഇടയ്ക്ക് നമുക്ക് ഇത് നോക്കാം. ഇത് കിട്ടുവാണെങ്കിൽ അവൾ ഒന്നുകൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. അത്രേ ഉള്ളൂ. ഞാൻ ഒന്നുകൂടി അത് നോക്കാം. ഒന്നുകൂടെ നോക്കാം. നമുക്ക് ഒന്നുകൂടെ നോക്കിയിട്ട് പിന്നെ ഇത് ക്ലാസ് ഇത് ചെയ്യുന്നതിന് മുമ്പേ നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് ബിഫോർ ഗോയിങ് ഇൻ ടു ദ ഫെയർ വെർഷൻ നമുക്ക് ഇതൊന്നുകൂടെ ഡിസ്കസ് ചെയ്തിട്ടേ പോകാവൂ. കാരണം കണ്ടിന്യൂറ്റി കിട്ടുന്നുണ്ടോ ഇന്ന് രാത്രി അത്രയും നമ്മൾ നോക്കണം. നമുക്ക് ഫ്രീ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. കാരണം അത് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്, ആരെയും ബോധ്യപ്പെടുത്താനൊന്നും അല്ലല്ലോ. വി ജസ്റ്റ് ട്രൈങ് ടു അണ്ടർസ്റ്റാൻഡ് ഹിം. അത് ശരിയുണ്ടാവാം, തെറ്റുണ്ടാവാം. വി ആർ ട്രൈങ് ടു ഡിസ്കസ്. പക്ഷേ ഇത് കുറച്ചുകൂടെ അപ്രീഷിയേറ്റീവ് ആയിരുന്നു. ഐ തോട്ട് ഇറ്റ് വുഡ് ബി പ്രോമിസിംഗ് ടു അണ്ടർസ്റ്റാൻഡ് ബിക്കോസ്
there is no gap. Bergsonian metaphysics. Bergsonian metaphysics insists on this interiorized relation between the subject and the object. ഇതിന്റെ അകത്ത് തന്നെ നമ്മള് മെറ്റാഫിസിക്സ് എന്ന് പറഞ്ഞ് തുടങ്ങുന്നത് അത് Bergsonian metaphysics. Bergsonian metaphysics insists on this interiorized relation between the subject and the object, viewing it in an eternal flux of creative becoming. അപ്പൊ അതെന്താണ്? അതായത് ഇതിലൊക്കെ വേണമെങ്കിൽ നമുക്ക് ഒരു നമ്മൾ സാധാരണ കാഴ്ചപ്പെടുത്തു കഴിഞ്ഞാല് എന്റെ ഒരു ബെർഗ്സോണിയൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇതിന് മുമ്പ് ബെർഗ്സോണിയൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ആ സെക്കൻഡ് പാരഗ്രാഫില് തേർഡ് പാരഗ്രാഫിൽ പറയുന്നുണ്ട്. അതായത് ഈ സെക്ഷനില് എക്സ്പീരിയൻസ് ആൻഡ് എക്സ്പെരിമെന്റൽ എന്ന് പറയുന്ന ആ പാരഗ്രാഫ് സിമ്പിൾ ആയിട്ട് പറയാം. എക്സ്പീരിയൻസ് എക്സ്പെരിമെന്റൽ എന്താണ് നമ്മൾ എക്സ്പെരിമെന്റ് എന്തുവാണ്? ഇപ്പൊ നമ്മുടെ ഇതിൽ നോക്കുകയാണ്, നമ്മളൊക്കെ എക്സ്പെരിമെന്റ് ചെയ്യുന്നവരാണ്. എന്താണ്? വി ആർ സീക്കേഴ്സ്, വി ആർ എക്സ്പീരിയൻസ് ട്രൈങ് ടു എക്സ്പെരിമെന്റ്. എക്സ്പെരിമെന്റ് ചെയ്ത് കുറെ കഴിയുമ്പോൾ നമുക്ക് എക്സ്പീരിയൻസ് കിട്ടുന്നു. ആ എക്സ്പീരിയൻസ് അപ്പോൾ നമ്മള് പിന്നെ എക്സ്പെരിമെന്റ് കണ്ടിട്ടാണ് നമ്മൾ അത് ആ നിഗമനത്തിൽ എത്തുന്നത് പോലെ തന്നെ വെറും നിഗമനമല്ല, നന്നായിട്ട് അഗാധമായിട്ട് അതിനെക്കുറിച്ച് ചിന്തിച്ച് അതിനെക്കുറിച്ച് പറയുമ്പോ അത് ആ എക്സ്പീരിയൻസ്, ആ തലത്തിലുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും അത്. പല രീതികളും പല സാധനാക്രമങ്ങളും ഓരോന്ന് നമ്മൾ ചെയ്യുന്നു. ഇപ്പൊ എന്താ നമ്മൾ ചെയ്തത്? ഇപ്പൊ നമ്മള് വാക്കിംഗ് മെഡിറ്റേഷൻ നടക്കുന്നു. അപ്പൊ വാക്കിംഗ് മെഡിറ്റേഷന് നമ്മൾ എന്താ എക്സ്പെരിമെന്റ് ചെയ്യാണ്. ഹൗ ടു ഗെറ്റ് ദാറ്റ് എക്സ്പീരിയൻസ്. അപ്പം ഗുരുക്കന്മാര് നടക്കുന്നതോ അവരുടെ സാധാരണ നടത്തുന്നതും ആ എക്സ്പീരിയൻസിലാണ്. അപ്പൊ അതൊരു അബ്സല്യൂട്ട് സ്റ്റേറ്റ് ആണ്. അതൊരു അബ്സല്യൂട്ട് സ്റ്റേറ്റ് ആണ്. ആ ഒരു സ്റ്റേറ്റിൽ തന്നെ ആ സ്റ്റേറ്റ് റിയൽ ആയിട്ടുള്ളൂ. ഇപ്പൊ ഗ്രാവിറ്റേഷൻ എടുത്താന്ന് പറഞ്ഞാല് നമ്മൾ എന്തൊക്കെ വളരെ എക്സ്പെരിമെന്റ് ചെയ്ത് കണ്ടുപിടിച്ച് കഴിഞ്ഞാല് ദാറ്റ് വാസ് ഓൾവേസ് ദെയർ. അത് നമ്മൾ കുറെ ഇതെടുത്ത് റീസണിങ്ങും ഇതുമെല്ലാം ആയിക്കഴിഞ്ഞാൽ അവസാനം നമുക്ക് പക്ഷെ ആ എക്സ്പെരിമെന്റ് ചെയ്തവർക്ക് അതിന്റെ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. സാറ്റിസ്ഫാക്ഷൻ എന്ന് വെച്ചാൽ ദേ ആർ ഏബിൾ ടു ഫീൽ ഇറ്റ്. അതിനെയാണ് പിന്നെ നമ്മൾ ഈ പറയുന്ന സയന്റിഫിക് പാർലൻസിന്റെ വാല്യൂ അഡീഷൻസോ എന്തോ വേണമെങ്കിലും കൊണ്ടുപോവാം. അപ്പൊ ഈ മൊണാഡ്സിന്റെ കോൺസെപ്റ്റിലേക്ക് നമ്മൾ കൊണ്ടുപോയാൽ തന്നെ ക്രിയേറ്റീവ് മൊണാഡ്സ് എന്ന് വേണമെങ്കിൽ അത് പറയാം. പക്ഷെ ആ ക്രിയേറ്റീവ് മൊണാഡ്സിൽ താഴെയാണ് വരുന്നത്. അപ്പം പക്ഷെ അതിൻ്റെ അകത്ത് ഹയർ ആണ് അപ്പൊ സ്പിരിറ്റിൽ വരുന്നത്. കാരണം അതാണ് ആ റിയൽ കോൺസെപ്റ്റ്, എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഗ്രാവിറ്റി. അതാണ് വേണമെങ്കിൽ നമുക്ക് ഇതുമായിട്ട് ലിങ്ക് ചെയ്ത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ പറയുന്ന സ്ട്രക്ചറലിസം എന്ന് പറയുന്ന ഇതായി കഴിഞ്ഞാലും നമ്മൾ ആ സ്ട്രക്ചറലിസം വാങ്ങിച്ചു വന്നതെന്ന് പറഞ്ഞാൽ ശരിക്കും എന്തായത് ഫൈനലായിട്ട് ഉള്ളത് ഒരു അബ്സല്യൂട്ട് കോൺസെപ്റ്റിൽ നമ്മൾ പറഞ്ഞില്ലേ, ആ സ്കീമ ഓഫ് തിങ്സ്, ഒരു കംപ്ലീറ്റ് സ്കീമ ഓഫ് തിങ്സിൽ വരുന്നതാണ്. ഇപ്പൊ നമ്മൾ ആ ഇനേർഷ്യ ഫീൽഡ് തിയറി ആയാലും ഈ പറയുന്ന അത് ഈ ഓരോന്നും നമ്മൾ ഈ പറയുന്ന രണ്ടാമത്തെ, അതായത് ദ തിയറീസ് ദാറ്റ് ഹാസ് ബീൻ പുട്ട് ഫോർവേഡ്, സെലക്ഷനിസം ഈസ് ദോസ് കോൺസെപ്റ്റ്സ് ഓഫ് that has been put forward by various scholastic people. അപ്പം ഈ സ്ട്രക്ചറലിസം എന്ന് പറയുന്നത് അപ്പൊ ആ മൊണാഡില് തന്നെ നമ്മൾ ആ സ്പിരിറ്റ് കോൺസെപ്റ്റിൽ വരുമ്പോഴത്തേക്ക് അത് വരാം. അപ്പൊ പിന്നെ ആ വാല്യൂ അഡിഷന് സയന്റിഫിക് ഉള്ള രീതിയിൽ നമ്മൾ പോവുകയാണെങ്കിൽ ആ ക്രിയേറ്റീവ് മൊണാഡ്സിൽ പോവും. അപ്പം ഇത് നോക്കിയാൽ ഇതെല്ലാം ഇന്റർ റിലേറ്റഡ് ആണ് ഈ കൺസെപ്ഷ്യലൈസേഷൻ. ഇപ്പം സബ്ജക്റ്റും ഒബ്ജക്റ്റും നമ്മൾ പറഞ്ഞ ക്രിയേറ്റീവ് ബിക്കമിങ് നമ്മൾ പറയുന്നല്ലോ ഇപ്പൊ വായിച്ചത്,
അപ്പൊ അത് നമുക്ക് ഇന്റീരിയർ റിലേഷൻ ബിറ്റ്വീൻ സബ്ജക്ട് ഒബ്ജക്ട്, എറ്റേണൽ ഫക്സ് ഓഫ് ക്രിയേറ്റീവ് ബിക്കമിങ്. അപ്പം ഇപ്പൊ ഒരു ക്രിയേറ്റീവ് ബിക്കമിങ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു, അതായത് നമ്മള് നമ്മുടെ ഗുരുക്കന്മാരുടെ പോലെ വി ആർ നോട്ട് ക്രിയേറ്റീവ് ബീയിങ്സ് ബട്ട് വി ആർ ബിക്കമിങ് എന്ന് പറഞ്ഞാൽ ഈ റിസർച്ച് വർക്ക് ചെയ്ത് 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 ഓരോരോ കണ്ട് ഇത് മെറ്റഫിസിക്സ് ഓഫ് ഫിസിക്സ് ആയി വരുന്നേ ഉള്ളൂ. അതിനെ അവയർനെസ്സിനെ കുറിച്ച് അറിഞ്ഞു വരികയാണ്. ആ തലത്തിൽ സബ്ജക്റ്റീവ് ലെവലിൽ അറിഞ്ഞ് വരുന്നു. അതാണ് നമ്മള് സബ്ജക്റ്റീവായിട്ട് പിന്നെ ഒബ്ജക്റ്റീവ് വ്യൂയിങ്, ഇത് വി ആർ ട്രൈങ് ടു ക്രിയേറ്റീവ് ആയിട്ട് ബിക്കമിങ്. അങ്ങനെ എങ്ങനെ വേണമെങ്കിലും അത് ഇന്റർപ്രറ്റ് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഇഫ് യു ട്രീറ്റ് ബീയിങ് ആൻഡ് ബിക്കമിങ് ആസ് പ്രെജുഡൈസസ്, രണ്ടും രണ്ടായിട്ട് എടുക്കുവാണെങ്കിൽ നാച്ചുറൽ ടു ഹ്യൂമൻ ബീയിങ്. അപ്പം we can think possibly of abolishing both these factors and then fully attaining the absolute. അപ്പം ഇത് being and becoming രണ്ട് അവസ്ഥകളാണ്. അവസ്ഥകളാണ് ഇത്. അതാണ് രണ്ട് പ്രെജുഡൈസസ് ആണ്. അത് നമ്മുടെ ക്രിയേഷൻ ആണ്. അപ്പൊ this can be has to be abolished for obtaining the absolute. Except for this last stand for which we take, we accept with complete confidence the metaphysics of Bergson. അപ്പൊ അതേ പറയുന്നത്, അപ്പൊ അതില് ആ ബർഗ്സണുമായിട്ട് എനിക്ക് തോന്നുന്നത് റൈറ്റർ ഇസ് ട്രൈങ് ടു ഡിഫർ. അപ്പം ഈ ലാസ്റ്റ് സ്റ്റാൻഡ് എന്ന് പറയുന്നത് എന്താണ്? Except for the last and that is if we treat being and becoming prejudice. സബ്ജക്ട് ക്രിയേറ്റീവ് ബിക്കമിങ്ങിലായിരിക്കും. മറ്റേ ഒരു എക്സ്പ്ലനേഷൻ ആണ് രണ്ടാമത് പറഞ്ഞത്. സബ്ജക്റ്റും ഒബ്ജക്റ്റും ക്രിയേറ്റീവ് ബിക്കമിങ് ആണ് പറയുന്നത്. എക്സെപ്റ്റ് ഫോർ ദ ലാസ്റ്റ് സ്റ്റാൻഡ് which take we accept with complete metaphysics. അപ്പൊ ഈ രണ്ട് ഉണ്ട്, സബ്ജക്ട് ഒബ്ജക്ട്. ക്രിയേറ്റീവ് ബിക്കമിങ് ആയിട്ട് അത് നമ്മൾ കൂടുതൽ ആ ബർഗ്സന്റെ ആ തിയറി മനസ്സിലായാലും നമുക്ക് കറക്റ്റ് ആയിട്ട് അത് എക്സ്പോസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം എന്താണ് അതിൻ്റെ അകത്ത് പറയുന്ന ക്രിയേറ്റീവ് ബിക്കമിങ്? ദിസ് ഇസ് സംതിങ് വിച്ച് ഇസ് സെറ്റ് ടു ബി ഫൗണ്ട് ഔട്ട് എന്ന രീതിയിലാണ് ബർഗ്സൺ അത് പറഞ്ഞിരിക്കുന്നത്, സബ്ജക്റ്റും ഒബ്ജക്റ്റും. അപ്പം whether the writer differs on the point that it cannot be said to be a creative becoming of being something we found out, because this is something which exists as such. Is it on that context he is trying to differ? അപ്പൊ അത് ബർഗ്സോണിയൻ തിയറിയിൽ കൂടുതൽ നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ അതോറിറ്റേറ്റീവ് അതിനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റൂ. ബട്ട് വിത്ത് അവർ ലിമിറ്റഡ് നോളജ് വി ക്യാൻ ഓൺലി അസ്യൂം സോ. ലിമിറ്റഡ് നോളജിൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ അതോറിറ്റി ആണെങ്കിൽ നമുക്ക് ഇങ്ങനെയല്ല. നടരാജഗുരു പറയാൻ പറ്റുമായിരിക്കും, അദ്ദേഹത്തിന് പറയാം, പക്ഷെ നമുക്ക് ആ നോളജ് ലെവലിൽ എത്തിയിട്ടില്ലല്ലോ. വാട്ട് ഇൻട്രസ്റ്റ് us now is the single feature that distinguishes the Bergsonian way of speculation, which instead of treating physics and metaphysics as distinctive or disjunct disciples, tend to treat them together without any inner conflict or outer contradiction. അപ്പൊ രണ്ടായിട്ടല്ല അദ്ദേഹം എടുക്കുന്നത്. The case of schematismos in itself, restated in revised and more dynamic terms by Bergson in Schema Motior. His heritage in the same Cartesian is the same Cartesian one, shared in common with Spinoza and Leibniz. കണ്ട, ഇത് നമ്മൾ പറഞ്ഞപ്പോൾ തന്നെ മറ്റേത് അതുകൊണ്ടാണ് കണക്ട് ആയി പോയത്. In this sense, Bergson can be named as pioneer in scientific philosophy. കൂടുതൽ സയന്റിഫിക് ആയിട്ട് ഞാൻ പറഞ്ഞു പോവാണ്. പിന്നെ എഡിങ്ടൺ, മൈനോ ഒക്കെ പറയുന്നു philosophers of science rather than scientific philosophy. Put forward three categories of what he calls philosophy, which he takes care to mention. ഇതാണ് അല്ലെ from the philosophy
അതിലാണ് ഇയാളാണ് ഈ പറയുന്ന സബ്ജക്റ്റിവിസം, സെലക്ഷനിസം ആൻഡ് സ്ട്രക്ചറലിസം പറയുന്നത്. അത് പറയുന്നത് അതേ സാധനം തന്നെയാണ് തോന്നുന്നു. സബ്ജക്റ്റിവിസവും മറ്റേത് സബ്ജക്റ്റിവിസവും മറ്റേ സ്ട്രക്ചറലിസം ഒബ്ജക്ട്സ് എന്നായിരിക്കും ഉദ്ദേശിക്കുന്നത്. ഈ 3 ഫീച്ചേഴ്സ് സബ്ജക്റ്റിവിസം അത് തന്നെ ആയിരിക്കും. Yes, planetary concept rather than objects of reality. Objects of reality ആണ് structuralism, മറ്റേത് subjectivism. ഇങ്ങനെ എടുക്കാം. By selectionism, he means the same as when any other philosopher enumerates his main categories. അത് ആ ഫിലോസഫിയാണ് എനിക്ക് മനസ്സിലാവുന്നത്. ആ സബ്ജക്റ്റിസം ഇപ്പം ഇതിൻ്റെ അകത്ത് ഇപ്പം ഇത് സബ്ജക്റ്റിസം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ഒരു കോൺസെപ്റ്റ് ആയിരിക്കും. ആ ഒരു കോൺസെപ്റ്റിന് അദ്ദേഹം ഒരു തിയറി കൊടുക്കുവാണ്, തിയറി കൊണ്ടുവരുവാണ്. ബൈ സ്ട്രക്ചറലിസം refers to form of frame of reference to which all thoughts of reality has to refer. അപ്പം ഈ പറയുന്നതായിരിക്കും അത് പ്രൂവ് ചെയ്യേണ്ടത്, കൺഫേം ചെയ്ത് വരേണ്ടത്. അതാ ക്രിയേറ്റീവ് ബിക്കമിങ് അല്ലെങ്കിൽ ഒബ്സല്യൂട്ട് കോൺസെപ്റ്റിലാണ് നമ്മൾ ഈ പറഞ്ഞ കണക്ക് രണ്ടും നിൽക്കുന്നത്. അപ്പൊ ഇത് തന്നെ ഇത് ഡിഫർ ചെയ്യാം. ഒന്ന് ഇപ്പം ഇതാണെങ്കിൽ ആ ഒരു കോൺസെപ്റ്റ്സിലാണ് ഇദ്ദേഹം നിൽക്കുന്നത് എങ്കിൽ മറ്റേതിൻ്റെ അകത്ത് മറ്റേ ഈ റിയലിസ്റ്റിക് അല്ലെങ്കിൽ മാറ്റർ സെന്റേർഡ് ആയിരിക്കും. മനസ്സിലായില്ലേ? ടു സൈഡഡ് അപ്രോച്ച്. അപ്പൊ ഇതാണ് ഈ രണ്ട് അപ്രോച്ചുകളാണ്. ഇതാണ് ഈ 2 സൈഡഡ് അപ്രോച്ച് എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് ഈ പറയുന്ന ഫിലോസഫേഴ്സ് ഓഫ് സയൻസിന്റെ അപ്രോച്ചും സയന്റിഫിക് ഫിലോസഫേഴ്സിന്റെ, അതാണ് ഇവിടെ പറയുന്നത്. മനസ്സിലായില്ലേ? അതാണ് ഈ 2 സൈഡഡ് അപ്രോച്ച് എന്ന് പറയുന്നത് സയന്റിഫിക് ഫിലോസഫേഴ്സിന്റെ. മറ്റേതിൻ്റെ അകത്ത് നമ്മൾ വ്യത്യാസമുണ്ട്. ഈ സബ്ജക്റ്റിവിസം, സെലക്ഷനും സ്ട്രക്ചറലിസവും എന്ന് പറയുന്നതിൻ്റെ അകത്ത് ഒന്ന് ആ കൺസെപ്റ്റ്സിന് പ്രാധാന്യം കൊടുത്തിട്ട് അതിന്റെ പുറത്ത് ഒരു തിയററ്റൈസേഷൻ കൊണ്ട് അതൊരു അബ്സല്യൂട്ട് ഫ്രെയിം വർക്കിലേക്ക് കൊണ്ടുവരുന്നു. നമുക്ക് തൽക്കാലം അങ്ങനെ പറയാൻ പറ്റും. മറ്റേന്ന് പറയുന്നത് മോർ ബക്സോണിയൻ ഫിലോസഫിയാണ്. സബ്ജക്റ്റും ഒബ്ജക്റ്റും ഒരു ക്രിയേറ്റീവ് ബിക്കമിങ്ങിലേക്ക് കൊണ്ടുവരുവാണ്. അപ്പം സ്പെക്കുലേഷൻ. അപ്പൊ അതിൻ്റെ അകത്ത് ഈ പറയുന്നത് ഫിസിക്സും ഈ മെറ്റാഫിസിക്കലും ഫിസിക്കലുമായിട്ടുള്ള ആ ധ്രുവീകരണം കുറവാണ്. ഡിസ്റ്റിങ്ക്ട് ഡിസൈപ്പിൾസ് ആയിട്ടല്ല വരുന്നത്. ഓർ മോർ ഒരു കേന്ദ്രീകൃതമായ ഒരു ഇന്റഗ്രേറ്റഡ് രീതിയിലാണ് അത് കൊണ്ടുവന്നത്, ബെക്സോണിയൻ കോൺസെപ്റ്റ്സ്. അതാണ് സയന്റിഫിക് ഫിലോസഫി. മറ്റേത് കൺസെപ്ച്വൽ ആണ് കൂടുതലും. അതാണ് അത് ഫിലോസഫേഴ്സ് ഓഫ് സയൻസ് ആയിട്ട് അവർ പറയുന്നത്. അവർ കൺസെപ്റ്റ്സിൽ കൂടുതൽ പ്രാധാന്യം കൊടുത്തു, അതിന്റെ അകത്ത് തിയററ്റൈസേഷൻ കൊടുത്തു, അതൊരു സ്ട്രക്ചറൽ ഫ്രെയിംവർക്കിലേക്ക് കൊടുത്തു. ദാറ്റ് ഇസ് വൈ ദീസ് ആർ 2 സൈഡഡ് അപ്രോച്ച് എന്ന് പറയുന്നത്. This a 2-sided approach to normate normative as a 2-sided approach is now almost accomplished fact even in Western thought. It is now the perfect work to speak of എന്നിട്ടാണ് ഇതുകൊണ്ടാണ് നമുക്ക് ഒരു ഫീൽഡ് തിയറി അതുകൊണ്ടാണ് അദ്ദേഹം ഒരു കോൺസെപ്റ്റ് കൊണ്ടുവരിക. അതാണ് ഈ ഫീൽഡ് തിയറി എന്ന് പറയുന്നത്. which evidently presupposes something visible as in a magnetic field, a force revealed by 2 iron filings scattered over a piece of paper. അതാണ് എനിക്ക് പറയേണ്ടത്. പക്ഷെ അത് ആ ഒരു കോണ്ടെക്സ്റ്റിൽ അദ്ദേഹം പറയുന്നത് ഈ ഫീൽഡ് തിയറി വരുന്നതും പിന്നെ അതിനെക്കുറിച്ച് പിന്നെ ഈ അപ്പോഴാണ് ഈ ഫീൽഡ് തിയറി വരുമ്പോൾ ഈ പറയുന്ന ഇത് ബ്രോഗ്ലി എന്ന് എഴുതല്ലേ, ലൂയിസ് ബ്രോഗ്ലി. അപ്പൊ അത് എനിക്കൊന്ന് അത് ബ്രോഗ്ലിയാണ് മറ്റേ ഇതൊക്കെ കൊണ്ടുവന്നത്. നമ്മുടെ ആദ്യം ഈ ഇത് വേവ് തിയറി, ലീ ബ്രോഗ്ലി ആണ് ഇത് വേവ് കോൺസെപ്റ്റ്, മാറ്റർ എക്സിസ്റ്റ് ആസ് വേവ്സ് എന്ന് പറഞ്ഞിട്ട് 1916 റീ ബ്രോഗ്ലിയാണ് അത് കൊണ്ട്. അതിൽ നിന്നാണ് പിന്നെ ഈ പറയുന്ന മെറ്റാഫിസിക്സും ക്വാണ്ടം മെക്കാനിക്സും ഒക്കെ ഡെവലപ്പ് ചെയ്ത് വന്നത്. അപ്പം ഈ പറയുന്ന ഈ 2 ഇത് കൊണ്ടു കഴിഞ്ഞിട്ടാണ് പിന്നെ പുതിയ രീതിയിലുള്ള ഈ ഫീൽഡ്, പുതിയ രീതിയിലുള്ള ഈ ക്വാണ്ടം മെക്കാനിക്സ് അതൊക്കെ ആയിരിക്കും പിന്നെ ഈ ഓരോ അദ്ദേഹം ഉദ്ദേശിച്ചു വരുന്നു. ഹൈബർട്ടിയൻ മാത്തമാറ്റിക്സും ഒക്കെ ആയിട്ട് പോകുന്നത്.
Yes. Yeah. Structural ways of thinking. Structuralism. Yeah. In the near future will be recognized. അപ്പോൾ സ്ട്രക്ചറലിസത്തിന് അവിടെ ഫ്യൂച്ചറിൽ അതിന് recognition വരുന്നത്. അതിൽ നിന്ന് പിന്നെയാണ് ദിസ് തിങ് പുതിയൊരു ഇത് വരുവാണ്. ടു സൈഡ് അപ്രോച്ച് കഴിഞ്ഞ ശേഷം പെർഫെക്റ്റ് വോക്ക് ടു സ്പീക്ക് ഓഫ് എ ഫീൽഡ് തിയറിയിലേക്ക് വരുവാണ്. സംതിങ് വിസിബിൾ ആസ് ഇൻ എ magnetic field of force revealed by iron finding scattered a piece of paper assembled in inertial and attachment theory. This perhaps refers to a more universal verticalized content than the former. മനസ്സിലായില്ലേ? Which is limited only to visible facts. Claims of structuralists are only now being consistent. The claims of structuralists modern science. ഇപ്പൊ മോഡേൺ സയൻസ് മോഡേൺ സ്ട്രക്ചറലിസ്റ്റ് അപ്പൊ ഒരു വിസിബിൾ ഫാക്ട്സിലേക്ക് വരുവാണോ? So consider little in advance thinking. Predicted the structures in the near future will be fully recognized as a factor, giving unity and validity of reference to many widely differing disciplines. Before conscious anticipating fully words and following that. അതാണ് പിന്നെ ഇദ്ദേഹത്തിന്റെ ഇത് പറയുന്നത് ഇന്റലിജൻസ് without arriving science without arriving between intelligence and matter there is in fact a symmetry, concordance and correspondence. On the one hand the connection between which is in fact intelligence and matter തമ്മിൽ ഒരു സിമെട്രി, കൺകോർഡൻസും ഒരു കറസ്പോണ്ടൻസും ഉണ്ട് അല്ലേ? On the one hand, in the eyes of the savant, matter revolves itself more and more into mathematical relations, and on the other hand, the essential faculties of our intelligence do not function with an absolute precision except when they are applied to geometry. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞറിയിക്കാം, ഇന്റലിജൻസ് ഉള്ളെങ്കിൽ തന്നെ അല്ലേ mathematical appa empirical idil varunu and the essential faculties of our intelligence do not function with absolute doubtless mathematical science would not have shown at its origin the form that the Greeks had given to it. Doubtless കാരണം ആദ്യം ജോമെട്രി ഒന്നും ഇല്ല. Doubtless also it must force itself whatever form might be adopted to use of artificial science. But previously to this formulated mathematics, which covers within itself a great amount of convention, there is another which is virtually implicit and natural to the spirit of man. If the necessity for operating on certain science make it difficult for many of us to arrive at mathematics, on the contrary, as soon as obstacles has been surmounted, the spirit moves to the mind with an ease that you can find nowhere else. The evidence here in most of often exists in fact but not in principle in other department of study. On the contrary, in order to understand the effort of maturation of thought must be made, which remains in the sum adhering to the result, essentially filling duration, and which will not lend itself to understood as instantaneous even theoretically. Briefly, we will be beginning a gap between matter and intelligence if we could consider matter as of nothing other than the superficial impressions made on our senses, and if we should leave to our intelligence the fluid and vague form which it has in everyday operations. Firstly, we should believe in a gap between matter and intelligence. If we could consider matter as nothing other than the superficial impression made in our senses. അപ്പൊ അതാണ് മൊണാഡ്സുമായിട്ട് പിന്നെ കണക്ട് ചെയ്ത് വരികയാണ്. മാറ്റർ എന്ന് വെച്ചാൽ സൂപ്പർഫിഷ്യൽ ഇംപ്രഷൻസ് ഓഫ് ദ സെൻസസ്, രണ്ടും തമ്മിലൊരു ഗ്യാപ്പ് ഉണ്ട്. ഗ്യാപ്പ് ഉണ്ട്, ഒന്ന് സൂപ്പർഫിഷ്യൽ ഇംപ്രഷൻസ് ഓഫ് ദ സെൻസസ് ആണ് മാറ്റർ എന്ന് പറയുന്നത്. ആൻഡ് ഇഫ് വി ഷുഡ് ലീവ് ടു അവർ ഇന്റലിജൻസ്
the fluid and vague form with it has in its everyday operations. പോയിന്റ് ചെയ്ത് കാണിക്കാൻ പറ്റത്തില്ല. അതെങ്ങനെ ഈ മാറ്ററിന് തന്നെ എന്താണ് സെൻസിന്റെ അല്ല വേവ് ഫോം, അതാ സയന്റിഫിക് പ്രിൻസിപ്പിൾസ് വരികയാണ്. മാറ്ററിന് പറഞ്ഞാൽ ആ വേവ്സ് മറ്റേ ഈ ലീബ്രോഗ്ലിയുടെയും ഇതൊക്കെ നമ്മൾ പറയുന്നുണ്ടോ? അല്ല മാറ്ററിന്റെ എന്റെ അതെ അതിന്റെ ഡിഫറെന്റ് ഫോംസ് ഓഫ് മാറ്റർ, അതായത് അല്ലേ, അങ്ങനെ ആലോചിച്ചാൽ മതി അല്ലേ. വി ഹാവ് ഇന്റലിജൻസ്, ഫ്ലൂയിഡ് ആൻഡ് വേഗ് ഫോം. സെൻസ് പെർസെപ്ഷന് ഒരു സൈഡിൽ നിൽക്കുന്നു, മറ്റേ അതിന്റെ ഡിഫറെന്റ് ഫോംസ് ഓഫ് മാറ്റർ. അത് ആ ഇന്റലിജൻസിന്റെ പെർസെപ്ഷനിൽ നമ്മൾ കൊണ്ടുവരുവാണ്. എവറിഡേ ഓപ്പറേഷൻ ഹാൻഡ് ഇൻ എവറി ഓപ്പറേഷൻ. ബട്ട് if we should bring intelligence to its precise contours, ഇത് മറ്റേ സാധാ ഒരു ഇതിലാണ്, precise contours. And when we search more profoundly and sufficiently our sensible impressions in such a way that matter begins to give up the interiors of its structure to us, കേട്ടോ. അപ്പൊ അകത്തേക്ക് പോവാണ്. If we find that articulation of intelligence comes to apply themselves exactly on those of matter, we do not see, therefore, why the science of matter should not attain an absolute. It attributes to itself instinctively the significance, and all natural beliefs should be considered to be true, and all appearance as reality, as long as one has not established its illusionary character. As long as the illusionary character established ചെയ്തില്ലെങ്കിൽ അങ്ങനെ എടുക്കണം. On those who declare our science to be relative, as well as those who claim that our knowledge deforms or constructs its object, devolves the charge of their proving it. ആരാണോ അത് പറയുന്നത് അവർക്കാണ് ഇതാണ്. ഇല്യൂഷണറി ആയിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് വെറുതെ പറയാൻ പറ്റില്ല. And they would not know how to fulfill this obligation, because the doctrinal relativity of science does not know where to find a place for itself when science and metaphysics are on their true ground, on which you replace them here. ഐൻസ്റ്റീന്റെയും ഇതിന്റെയൊക്കെ ഇതിലേക്ക് വരുവാണ്. Other aspects of the unified science of absolutely. The above passage not only refers to structuralism, but also to other aspects of a unified science of absolutism. ഒന്നുകൂടെ റീഡ് ചെയ്യണം നമുക്ക്, നോക്കാം കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടാൻ. ഒന്നുകൂടെ അതിന്റെ അപ്പുറം ഇപ്പുറം ഒക്കെ കുറച്ച് പേരെന്തോയിലേക്ക് കിട്ടി, അത്രേ ആയുള്ളൂ. Okay. നാളെ ഇത് നോക്കാം. If we can shorten it further effectively, the whole thing, let us see. നോക്കാം. അപ്പൊ ഇതങ്ങ് പോട്ടെ, കാരണം എന്താ കുറെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് പ്രേയർ പറഞ്ഞ് നിർത്താം. We humbly bow and surrender ourselves to the all and ever pervading presence of the absolute, of the absolute effulgence of the absolute love this. Hari.